പതിവ്രതയായ സീതാദേവി ആരെയെങ്കിലും വധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതൊരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യവുമാണ്. കമ്പരാമായണം പരിശോധിച്ചപ്പോൾ ലഭിച്ച ഒരു കഥാസന്ദർഭമാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. ധർമ്മപരിപാലനവും സജ്ജനപരിപാലനവും ദുർജന നിഗ്രഹവും യാഗാദി സൽക്കർമ്മങ്ങൾക്കുള്ള സംരക്ഷണവുമൊക്കെ നിർവഹിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഭരണകാലം. ധർമ്മകർമ്മ പരിപാലനവും നീതിന്യായ സംരക്ഷണവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രജാക്ഷേമ തൽപരനായി രാജ്യം ഭരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ആ കാലഘട്ടത്തിൽ എല്ലാവരും സന്തുഷ്ടരായി കഴിയുന്ന സന്ദർഭം. ഭൂമിദേവി പോലും സമൃദ്ധമായി വിളകൾ നൽകി പ്രജകളെ സന്തോഷിപ്പിക്കുന്ന കാലം. രാമരാജ്യത്തിൻ്റെ യശസ് എല്ലാ ലോകങ്ങളിലുമെത്തി ജനങ്ങളും സത്കർമ്മങ്ങൾ ചെയ്യുവാൻ തയ്യാറായി ജീവിക്കുന്ന കാലം. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷപ്രദമായ, സമാധാനപ്രദമായ, ശാന്തമായ ജീവിത കാലഘട്ടം. ആ കാലത്താണ് സഹസ്രമുഖൻ എന്നൊരു രാക്ഷസൻ ശക്തി പ്രാപിച്ച് വന്നത്. ആ രാക്ഷസൻ എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു. ബ്രഹ്മദേവനെയാണ് തപസ് ചെയ്തത്. അതിശക്തങ്ങളായ വരങ്ങൾ നേടുകയും ചെയ്തു. അയാൾ ആവശ്യപ്പെട്ട വരങ്ങൾ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. അതിലൊന്ന്, അയാളുടെ മരണം ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമേ സംഭവിക്കാവൂ എന്നാണ്. ആ പ്രത്യേക വരവും സമ്പാദിച്ചു. അതുകൂടാതെ മറ്റ് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, വിമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ബ്രഹ്മദേവനിൽ നിന്നും അദ്ദേഹം നേടുകയും ചെയ്തു. ആർക്കും തന്നെ പരാജയപ്പെടുത്താനാവാത്ത തരത്തിലുള്ള വരങ്ങളാണ് സഹസ്രമുഖൻ നേടിയത്. അങ്ങനെയുള്ള വരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സഹസ്രമുഖൻ അത്യധികം ധിക്കാരിയായി മാറി. സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്തി. മാത്രവുമല്ല, സദാ ദുഷ്കൃതങ്ങളിൽ മുഴുകുന്നവനായി മാറുകയും ചെയ്തു. ഒരിക്കൽ ലക്ഷ്മി ദേവിയെ തപസ് ചെയ്തുകൊണ്ടിരുന്ന ചഞ്ചലാക്ഷി എന്ന ഒരു സ്ത്രീരത്നത്തെ സഹസ്രമുഖൻ മാരപരവശനായിട്ട് കടന്നു പിടിക്കുകയുണ്ടായി. അപ്പോൾ ആ വിദ്യാധര സ്ത്രീ അവന് ഒരു ശാപം നൽകുകയുണ്ടായി. ലക്ഷ്മി ദേവി മുഖാന്തരം നിൻ്റെ നാശം സംഭവിക്കട്ടെ എന്നായിരുന്നു ആ ശാപം. ആ ശാപം നൽകിയ ശേഷം ചഞ്ചലാക്ഷി അഗ്നികുണ്ഡത്തിൽ ചാടി തൻ്റെ ജീവൻ വെടിയുകയും ചെയ്തു. ഈ രാക്ഷസൻ നേരത്തെ തന്നെ അതിശക്തനായ പാതാള രാവണനെ തോൽപ്പിക്കുകയും പാതാള രാവണൻ്റെ മകളായ ഇന്ദുമുഖിയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, പാതാള രാവണനിൽ നിന്ന് ശക്തമായ പല ആയുധങ്ങളും സഹസ്രമുഖന് ലഭിച്ചു. പരാക്രമിയും പരായുധങ്ങൾ ലഭിച്ചവനുമായ മറ്റൊരു കഥാപാത്രമാണ് വജ്രബാഹു. ഇത് സഹസ്രമുഖൻ്റെ പുത്രനാണ്. സഹസ്രമുഖൻ്റെ പുത്രനായ വജ്രബാഹു ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തി. മഹാദേവപുത്രനായ സുബ്രഹ്മണ്യൻ ഘോരമായ സംഘട്ടനത്തിൽ വജ്രബാഹുവിനെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. പിന്നീട് സഹസ്രമുഖൻ ദേവന്മാരുമായുള്ള യുദ്ധത്തിന് ചുമതലപ്പെടുത്തിയത് തൻ്റെ സേനാനായകനായ ബാണനെയാണ്. ഈ ബാണൻ നമ്മുടെ മഹാബലിയുടെ പുത്രനായ ബാണനല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മറ്റൊരു ബാണൻ്റെ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുക. അങ്ങനെ ബാണൻ വലിയ ശക്തനായിട്ട് ഇന്ദ്രനുമായി യുദ്ധം ചെയ്തു. ഇന്ദ്രനെ തടവുകാരനാക്കി കൊണ്ടുവരികയും ചെയ്തു. തൻ്റെ ത്രൈലോക്യപുരി എന്ന സ്ഥലത്ത് ദേവേന്ദ്രനെ തടവിൽ പാർപ്പിക്കുകയും ചെയ്തു. ദേവഗണങ്ങളെല്ലാം മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചു. ഇന്ദ്രനെ മോചിപ്പിക്കുവാൻ വേണ്ടത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു സ്ത്രീയാൽ മാത്രം വധിക്കപ്പെടണമെന്ന് വരബലം ഉള്ള സഹസ്രമുഖനോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ ഉപായത്തിൽ തന്ത്രപരമായി മഹാവിഷ്ണു ഇന്ദ്രനെ മോചിപ്പിച്ചു. മഹാവിഷ്ണു പോലും യുദ്ധത്തിന് മടിച്ചു എന്നതുകൊണ്ട് സഹസ്രമുഖൻ കൂടുതൽ അഹങ്കാരിയായി മാറി. ദേവന്മാർക്കും മുനികൾക്കും സജ്ജനങ്ങൾക്കും എന്ന് വേണ്ട സകലർക്കും അവൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതായി. അവർ സത്യലോകത്തിലും വൈകുണ്ഠത്തിലുമൊക്കെ ചെന്ന് പരാതികൾ പറഞ്ഞു. കൈലാസത്തിലും പോയി. മുനിമാരൊക്കെ കൂടി ചെന്ന് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പരിഹാരമുണ്ടാക്കുക എന്നത് മഹാവിഷ്ണുവിൻ്റെയും ത്രിമൂർത്തികളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അവർ പറഞ്ഞത്, നിങ്ങൾ നേരെ അയോധ്യയിലേക്ക് ചെല്ലൂ, അയോധ്യയിലെത്തി ശ്രീരാമനോട് വിവരങ്ങൾ ധരിപ്പിക്കൂ എന്നാണ്. അതനുസരിച്ച് എല്ലാവരും ചേർന്ന്, ദേവന്മാരും മുനിമാരും എല്ലാവരും ചേർന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മുന്നിലെത്തി. അയോധ്യയിലെത്തിയ ദേവന്മാരെ എല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചു.
അവരുടെ സങ്കടമൊക്കെ കേട്ടു. പിന്നീട് അല്പം പോലും താമസിക്കാതെ ശ്രീരാമചന്ദ്രൻ അതിന് പരിഹാരം കാണുവാൻ വേണ്ടി സഹസ്രമുഖനെ വധിക്കുവാൻ വേണ്ടി യുദ്ധത്തിനായി പുറപ്പെടുകയും ചെയ്തു. കിഷ്കിന്ധയിൽ നിന്ന് സുഗ്രീവനെയും അതുപോലെ തന്നെ ഹനുമാനെയും അംഗദനെയും തുടങ്ങി വാനര പ്രമുഖന്മാരെ എല്ലാം ക്ഷണിച്ചു വരുത്തി. കൂടാതെ കപികുലത്തിലെ സേനാനായകന്മാരും സേനകളുമെല്ലാം വന്നു. ശ്രീലങ്കയിൽ നിന്ന് വിഭീഷണനും രാക്ഷസ സേനകളുമൊക്കെ വന്നു. എല്ലാവർക്കും സഹസ്രമുഖൻ എന്ന ആ ദുഷ്ടൻ്റെ ഉപദ്രവം സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു. അതിലുപരിയായിട്ട് വിഭീഷണൻ്റെ രണ്ടാമത്തെ മരുമകളെ സഹസ്രമുഖൻ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. സഹസ്രമുഖനോട് എതിരിടാൻ വിഭീഷണന് ശക്തിയില്ലാത്തതിനാൽ യുദ്ധത്തിന് പോയില്ല. ആ സങ്കടം കൂടി വിഭീഷണൻ ശ്രീരാമചന്ദ്രസ്വാമിയോട് ബോധിപ്പിച്ചു. സഹസ്രമുഖ അസുരൻ്റെ വധം ഉടൻ തന്നെ നിർവഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലായ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും ഒത്തുകൂട്ടി ദധിസമുദ്രത്തിൻ്റെ തീരത്തെത്തി. രാമലക്ഷ്മണന്മാരും മാരുതിയോടൊപ്പം അവിടെ എത്തിച്ചേർന്നു. ഹനുമാനെ ദൂതനായി അയച്ചു. വിഭീഷണൻ്റെ പുത്രഭാര്യയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദേവേന്ദ്രനെ ഉപദ്രവിക്കരുതെന്നും ആവശ്യപ്പെട്ടു. സജ്ജനങ്ങളെ ഉപദ്രവിച്ചതിന് മാപ്പ് പറയണമെന്നും മേലാൽ ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പ് നൽകുകയും വേണം എന്നും ആഞ്ജനേയൻ രാഘവൻ പറഞ്ഞ പ്രകാരം സഹസ്രമുഖനെ അറിയിച്ചു. അത് കേട്ട് സഹസ്രമുഖൻ വളരെ കോപിഷ്ഠനായി. ഒടുവിൽ യുദ്ധം തീരുമാനിക്കപ്പെട്ടു. സഹസ്രമുഖൻ്റെ സേനാനായകനായ ബാണൻ വലിയൊരു രാക്ഷസ പടയുമായി യുദ്ധത്തിന് എത്തി. ലക്ഷ്മണൻ സേനകളെയൊക്കെ അതിവേഗം നശിപ്പിച്ചു. പക്ഷേ ബാണനെ കൊല്ലാൻ സൗമിത്രയ്ക്ക് കഴിഞ്ഞില്ല. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതൊരു രഹസ്യമാണ്. അതൊരു അശരീരി മുഖാന്തരം രാമസോദരന് വ്യക്തമാകുവാൻ ചെയ്തു. ബാണൻ്റെ കണ്ടത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ശിവലിംഗം, അതാണ് ബാണന് രക്ഷകയായി നിൽക്കുന്നത്. ആ ശിവലിംഗത്തെ അയാളിൽ നിന്നും മാറ്റിയെങ്കിൽ മാത്രമേ അയാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. ആ സമയത്ത് ലക്ഷ്മണൻ ഒരസ്ത്രം കൊണ്ട് അവൻ്റെ കണ്ഠത്തിലുണ്ടായിരുന്ന ശിവലിംഗത്തെ അകറ്റുകയും പിന്നീട് ബാണൻ്റെ ശിരസ് മുറിക്കുകയും ചെയ്തു. ബാണൻ്റെ മരണമറിഞ്ഞ സഹസ്രമുഖൻ കൂടുതൽ കോപിഷ്ഠനായി. തൻ്റെ മകനായ ചന്ദ്രഗുപ്തനെ വലിയൊരു സേനയുമായിട്ട് യുദ്ധത്തിനായിട്ട് അയച്ചു. എന്നാൽ വിഭീഷണപുത്രനായ മല്യവാനാണ് ഈ ചന്ദ്രഗുപ്തനെ എതിരിട്ടത്. ആ യുദ്ധം ശക്തമായി നീണ്ടുനിന്നു. ഒടുവിൽ മല്യവാൻ ക്ഷീണിതനായി. നീലൻ സഹായത്തിനെത്തുകയും വിഭീഷണനെ സഹായിക്കുകയും ചെയ്തു. ചന്ദ്രഗുപ്തൻ്റെ ഭാര്യ പത്മകോമള എന്ന സ്ത്രീ രഹസ്യമായി ചന്ദ്രഗുപ്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഹോമം നടത്തുന്നുണ്ടായിരുന്നു. അതിന് ഭംഗം വരുത്തിയെങ്കിൽ മാത്രമേ ഈ ചന്ദ്രഗുപ്തനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ ഹനുമാനെ അതിന് ചുമതലപ്പെടുത്തി. യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹനുമാൻ ആരുടെയും ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തത്ര ചെറിയ രൂപം പൂണ്ട് ആ പത്മകോമള ഹോമം ചെയ്യുന്ന മുറിയുടെ അടുത്തെത്തി അതിൽ പ്രവേശിച്ചു. അവസരം പാർത്തു നിന്ന് ആ യജ്ഞം അയാൾ മുടക്കി. അതോടുകൂടി ചന്ദ്രഗുപ്തൻ്റെ വീര്യം ഒടുങ്ങി. പിന്നീട് മാല്യവാൻ തൻ്റെ അസ്ത്രം കൊണ്ട് ചന്ദ്രഗുപ്തനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് സകല സന്നാഹങ്ങളോടും കൂടി ക്രൗര്യത്തോടു കൂടി സഹസ്രമുഖ രാവണൻ തന്നെ നേരിട്ട് യുദ്ധത്തിനായിട്ട് പടക്കളത്തിലെത്തി. ശ്രീരാമചന്ദ്രൻ അവനുമായി ഏറ്റുമുട്ടി. സേനകൾ ഒടുങ്ങിയതല്ലാതെ അവനെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ശ്രീരാമചന്ദ്രന് മനസ്സിലായി. ഇതിനെന്താണ് കാരണം? അപ്പോഴാണ് ഈ രഹസ്യം കൂടി അദ്ദേഹവും ബോധ്യപ്പെടുന്നു. ഒരു സ്ത്രീയാൽ മാത്രമേ സഹസ്രമുഖനെ വധിക്കാൻ കഴിയൂ എന്ന്. ഉടൻ തന്നെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ അടുത്ത് വിളിച്ച് നിർദ്ദേശം നൽകി. എത്രയും വേഗം അയോധ്യയിലേക്ക് പോവുക, വിമാനത്തിൽ തന്നെ പോവുക, അവിടെ എത്തി സീതാദേവിയുമായി ഉടൻ തിരിച്ചെത്തുക എന്ന് പറഞ്ഞു. നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ സീതാദേവിയെയും ആയിട്ട് യുദ്ധക്കളത്തിലെത്തി. ദേവി ഭഗവാനെ വണങ്ങി നിന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ വില്ല് ദേവിക്ക് കൊടുത്തു. ദേവി തൊഴുത് വണങ്ങി ആ വില്ല് സ്വീകരിച്ചു. എന്നിട്ട് സഹസ്രമുഖൻ്റെ നേരെ അസ്ത്രമെയ്യുവാൻ തീരുമാനിച്ചു. ആക്രമണം തുടങ്ങി. സഹസ്രമുഖന് ലക്ഷ്മി ദേവിയിൽ നിന്നും വരുന്ന സീതാദേവിയിൽ നിന്നും വരുന്ന അസ്ത്രങ്ങളെ എതിർക്കുവാൻ സാധിച്ചില്ല. പിന്നെ കൂടുതൽ സമയം സഹസ്രമുഖന് എതിർത്ത് നിൽക്കാനും കഴിഞ്ഞില്ല. സീതാദേവി
സഹസ്രമുഖൻ്റെ ഖണ്ഡം അറുത്തിട്ടു. അങ്ങനെ സഹസ്രമുഖനെ വധിച്ചു. ദേവന്മാരൊക്കെ ആഹ്ലാദിച്ചു, പുഷ്പവൃഷ്ടി നടത്തി. 3 ലോകങ്ങളും വാർത്തയറിഞ്ഞു. എല്ലാവരും അത്യന്തം സന്തോഷിച്ചു. ധർമ്മസംരക്ഷണത്തിൽ സീതാദേവിയും തൻ്റേതായ പങ്ക് വഹിച്ചു. സഹസ്രമുഖൻ എന്ന രാക്ഷസനെയാണ് സീതാദേവി വധിച്ചത്. ആ സഹസ്രമുഖൻ്റെ നാശത്തിൽ എല്ലാവരും സന്തോഷിച്ചു. ഭൂമിദേവിയും ദേവന്മാരും സന്തോഷിച്ചു. സ്വസ്ഥാനങ്ങൾ സ്വസ്ഥരായി വസിച്ചു.